നിങ്ങൾ ആരെങ്കിലും എപ്പോഴേലും കേട്ടിട്ടുണ്ടോ യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് കെയർ ഗീവറെ ഇറക്കുന്ന കൊല്ലത്തെ ഒരു ഏജൻസിയെക്കുറിച്ച്? നിങ്ങൾ ആരെങ്കിലും എപ്പോഴേലും കേട്ടിട്ടുണ്ടോ കെയർ ഗീവേഴ്സിന് ചിലർക്ക് ഇൻ്റർവ്യൂ ഇല്ലാത്തൊരവസ്ഥ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴേലും കേട്ടിട്ടുണ്ടോ കെയർ ഗീവേഴ്സിന് ബോണസായിട്ട് ഷാമ്പു കൊടുക്കുന്നൊരവസ്ഥ? ഒന്നെങ്കിൽ കൊല്ലത്ത് ഇരവിപുരത്തുള്ള AM കൺസൾട്ടൻസി അനിത അവരോടും മിനി എന്ന് പറയുന്ന സഹോദരിയോടുകൂടാണ്. നിങ്ങളെ വിളിച്ചപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക. എത്ര വയസ്സുണ്ട്? 40. ഇവിടെ ആയിരുന്നു വിളിക്കുന്നത്? ചെങ്ങന്നൂരാണ് ബ്രാഞ്ച് ഓഫീസ്. നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് കൊല്ലം ഇരവിപുരത്താണ്. ഇസ്രായേലിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് 30,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിന്റെ ക്ലാസ് 20 ദിവസം വരുന്നുണ്ട്. അതിന് നമ്മൾ 80,000 രൂപ അടയ്ക്കണം. ഇതില് സാധാരണഗതിയിൽ ഒരു കെയർ ഗീവർ വന്നാൽ എംബസി അപ്രൂവ്ഡ് ആയിട്ടുള്ള മുംബൈയിലെ ട്രെയിനിങ് സെന്ററിൽ 20-22 ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനാണ് സാധാരണ 30,000 രൂപ കുട്ടികൾ നേരിട്ട് മുംബൈയിൽ അടയ്ക്കുന്നത്. ഇവരുടെ സ്കീം എന്താണ് ഈ 30,000 രൂപ? അത് കഴിഞ്ഞിട്ടൊരു ഓൺലൈൻ ക്ലാസ് വെക്കുന്നു 80,000 രൂപ. അതായത് ഒരു 10, 20, 50 പേര് സൂം മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു മാഡമോ അല്ലെങ്കിൽ മാഡം എന്ന് പേരെടുത്തവരോ ഉള്ള ഒരാളെ വെച്ചുകൊണ്ട് നടത്തുന്ന സൂം മീറ്റിംഗിനാണോ നിങ്ങൾ ഈ പറയുന്ന 80,000 രൂപ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടുള്ളത്? അതിന് നമ്മൾ 80,000 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 30,000-ഉം 80,000 രൂപ കഴിഞ്ഞതിന്റെ ബാക്കി പൈസയാണ് നമ്മൾ വിസ വന്നതിന് ശേഷം അടയ്ക്കേണ്ടത്. ഇപ്പൊ യുദ്ധമൊക്കെ പോകാൻ പറ്റുമോ? കേട്ടോണം, യുദ്ധമൊക്കെ അല്ലേ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് പറഞ്ഞ ഉത്തരം എന്നെ ഞെട്ടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇറങ്ങിയത് ബെൻഗൂരിൻ എയർപോർട്ടിലാണ്. സാധാരണ ഒരു കെയർ ഗീവർ ആവാൻ ജോലിക്ക് വരുന്നവരെ യുദ്ധമില്ലാത്ത സ്ഥലത്ത് ഇറക്കി കൊടുക്കുമെന്ന മോഹന വാഗ്ദാനം കൊടുക്കുന്ന AM കൺസൾട്ടൻസി ഇരവിപുരം സ്റ്റാഫിനോട് നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, കേട്ടോളൂ. ഓരോ പ്രത്യേക സ്ഥലങ്ങളിലാണല്ലോ യുദ്ധം. യുദ്ധമില്ലാത്ത മറ്റു സ്ഥലങ്ങളിലോട്ട് വരുന്നുണ്ട്. യുദ്ധമില്ലാത്ത മറ്റു സ്ഥലം എവിടെയാണ്? ഇസ്രയേലിൽ ടെല്ലവീവാണോ, ബെർഷവയാണോ, റാംലയാണോ, ജെറുസലേമാണോ, അഷ്കിലോണാണോ, റഹോവത്താണോ? എവിടെയാണ്? ഏഴില്ല എന്ന് ഉറപ്പുള്ള സ്ഥലം കൊല്ലത്തെ ഇരവിപുരത്തെ AM കൺസൾട്ടൻസി. തീർച്ചയായിട്ടും നമ്മളൊന്ന് പറയണം, നിങ്ങൾ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണോ ഇത്? യുദ്ധമില്ലാത്ത സ്ഥലത്ത് വീട്ടിലേക്ക് ജോലിക്ക് വിടാമെന്ന് പറയുന്ന മോഹന വാഗ്ദാനം, വ്യർത്ഥമായ വാഗ്ദാനം എന്തിന് നൽകുന്നു? ഇപ്പൊ യുദ്ധമൊക്കെ പോകാൻ പറ്റുമോ? യുദ്ധം ഓരോ പ്രത്യേക സ്ഥലങ്ങളിലാണല്ലോ യുദ്ധം. അതെ, ഓരോ പ്രത്യേക സ്ഥലത്ത്. കൊല്ലത്തുനിന്ന് AM കൺസൾട്ടൻസി ഇരവിപുരത്തുള്ള സ്ഥാപനമാണ് ഡിസൈൻ ചെയ്യുന്നത് ഇസ്രായേലിലെ ഓരോ സ്ഥലത്തേക്ക് യുദ്ധം. അപ്പം ഇവര് പറയുന്നത് ഇവരുടെ കെയർ ഓഫിൽ വരുന്ന കെയർ ഗീവേഴ്സ് ജോലി ചെയ്യുന്നിടത്തോട്ട് ഇറാനോ ഹമാസോ ഹൂതികളോ ഹിസ്ബുള്ളോ ഒന്നും മിസൈൽ വിടത്തില്ല എന്നുള്ളതാണ്. എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്! ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായതുകൊണ്ടാണ് ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ ജോലി ചെയ്യുന്നവരും സുരക്ഷിതരാകുന്നത്. അല്ലാതെ കൊല്ലത്തുള്ള AM കൺസൾട്ടൻസി നേരിട്ട് ഇവിടെ പ്രതിരോധ സംവിധാനം ഒന്നും ആക്കി വെച്ചിട്ടില്ല. പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളോട് ഇസ്രയേലിൽ നിന്ന് സംസാരിക്കുന്നത്. എന്നിരിക്കെ യുദ്ധമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ കയറ്റി വിടും എന്ന് പറയുന്ന പൊട്ടത്തരം എന്തിനു പറയുന്നു? യുദ്ധം ഉള്ള ഒരു ഏരിയ അല്ലാത്ത വേറെ ഏരിയയിലോട്ടാണ് അന്നെ വിടുന്നത്. അത് ഏതാ മാഡം ആ ഏരിയ? അനിത ജോസിയോ അല്ലെങ്കിൽ മിനി മേഡോ ഒരു വ്ളോഗായിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഏതാ ഏരിയ? ടെല്ലവീവാണോ, റാംലയാണോ, റഹോവത്താണോ, അഷ്കിലോണാണോ, അല്ലെങ്കിൽ ബെർഷവയാണോ, ലൗദാണോ? എവിടെയാണ് ആ ഏരിയ? ഒന്ന് പറയാവോ? അതോ തേർഡ് ഏരിയ ആണോ? ഗാസ ബോർഡർ ആണോ? എവിടെയാണ്? നിങ്ങൾ പ്രത്യേക തരത്തിൽ പാർപ്പിട സൗകര്യം ഒരുക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കെയർ ഗീവേഴ്സിനെ ഇറക്കി സുരക്ഷിതത്വം നൽകാമെന്ന് പറയുന്നത്? ഉള്ള കാര്യം പറയാണ്, സുരക്ഷിതത്വം ഇസ്രയേലാണ് നൽകുന്നത്, അല്ലാതെ നാട്ടിലുള്ള ഇവരെ പോലുള്ള ഏജൻസികളല്ല. ഇവരൊന്നും അവിടുന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വന്നാൽ ഫോൺ പോലും എടുക്കത്തില്ല എന്ന നഗ്നസത്യം മനസ്സിലാക്കുക. 1000 തവണ മനസ്സിലാക്കുക. എന്ത് ഓൺലൈൻ ക്ലാസ്? അപ്പോൾ മുംബൈയിലെ എംബസി അപ്രൂവ്ഡ് ആയിട്ടുള്ള എംബസിയുടെ കീഴിലിരിക്കുന്ന എംബസിയുടെ മൂക്കിൻ മുമ്പിൽ ഇരിക്കുന്ന 3-4-5 ഏജൻസികളൊക്കെ വെറുതെ പൊട്ടന്മാരാണെന്നാണോ കൊല്ലത്തുള്ള AM കൺസൾട്ടൻസി പറയുന്നത്? ഓരോ മാസവും 10, 400, 500, 600 കുട്ടികൾ കേരളത്തിൽ നിന്ന് മുംബൈയിൽ പോയി
ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അവര് ഡോക്യുമെന്റ് പൂർത്തീകരിച്ച് എംബസി ഇന്റർവ്യൂ. അതിനകത്ത് മറ്റൊരു കോമഡി ഉണ്ട്. എംബസി ഇന്റർവ്യൂ ചിലർക്കേ ഉള്ളെന്നാണ് ഈ മേഡം പറയുന്നത്. അതിന്റെ ലാസ്റ്റ് ഭാഗം വരുന്നുണ്ട്. എംബസി വഴിയുള്ള ഇന്റർവ്യൂ ഇല്ല, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ബോംബെ ഇന്റർവ്യൂ നാട്ടിലാണോ അതോ ബോംബെയിലോ? അതെ, ഇന്റർവ്യൂ നാട്ടിൽ തന്നെയാണ്. നമുക്ക് അതെ, ഇന്റർവ്യൂ കൊല്ലത്ത് വെച്ചാണ് നടത്തുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. എംബസിയിൽ നിന്നുള്ള ആൾക്കാർ കൊല്ലത്ത് വരും, ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരും കൊല്ലത്ത് വരും. കൊല്ലത്ത് സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് വിമാനത്താവളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഹെലിപ്പാഡ് ഉണ്ടെന്നറിയാം കൊല്ലത്ത്. ഇത് നമ്മൾ പറയുന്നതല്ല കേട്ടോ. കെയർ ഗീവേഴ്സിന് എല്ലാവർക്കും എംബസി വഴിയുള്ള ഇന്റർവ്യൂ ഇല്ല, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോവാണ്. എംബസി വഴിയുള്ള ഇന്റർവ്യൂ ആണെന്നാണല്ലോ പറയുന്നത് എല്ലാവരും. കെയർ ഗീവേഴ്സിൽ എല്ലാവർക്കും എംബസി വഴി ഇന്റർവ്യൂ ഇല്ല എന്ന് പറയുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ എംബസിയും ഇസ്രായേൽ എംബസിയും ഉൾപ്പെടെ മുംബൈയിലെ സ്ഥാപനങ്ങൾ, എംബസി അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ കെയർ ഗീവേഴ്സിന് കുട്ടികളെ വിടുകയും ട്രെയിനിങ് പൂർത്തീകരിക്കുകയും ഫാമിലി സെലക്ഷൻ കൊടുക്കുകയും വിസ കൊടുക്കുകയും വിസ പ്രോസസ്സ്, വിസ സബ്മിഷൻ, മെഡിക്കൽ, ഫയൽ ഇന്റർവ്യൂ, എംബസി ഇന്റർവ്യൂ, എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായ രീതിയിൽ മുംബൈ വഴി എംബസി അപ്രൂവൽ വഴി ഒരു വശത്തൂടെ നടത്തുമ്പോൾ കൊല്ലത്തുള്ള ഈ ഒരു സ്ഥാപനം അവകാശപ്പെടുന്നത് എന്താണ്? യുദ്ധമില്ലാത്തടത്തോട്ട് പ്രത്യേക പാക്കേജ് നൽകുന്നവരോ? അതോ 30,000 രജിസ്ട്രേഷൻ മേടിച്ചതിന് ശേഷം ഒരു 50,000 മേടിച്ചിട്ട് ഗൂഗിൾ പോലുള്ള സൂം മീറ്റിംഗ് വെച്ചിട്ട് വീണ്ടും പൈസ തട്ടിപ്പോ? അതോ ചിലർക്ക് മാത്രം ഇന്റർവ്യൂ കൊടുക്കുന്ന? എന്നാൽ പിന്നെ ആർക്കും ഇന്റർവ്യൂ വെക്കണ്ടെന്നേ. നിങ്ങൾ ഇന്റർവ്യൂ ഇല്ലെന്നല്ലേ പറയുന്നത്? പിന്നെ എന്തിനാണ് ചിലർക്ക് ഇന്റർവ്യൂ, ചിലർക്ക് മാത്രം ഇന്റർവ്യൂ, ചിലർക്ക് ഇന്റർവ്യൂ ഇല്ലാത്തൊരവസ്ഥ? ഞാൻ ഈ വോയിസ് ഇടാനിരുന്ന ഒരാളല്ല. പക്ഷേ എന്നെ വിശ്വസിച്ച് കെയർ ഗീവർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഞങ്ങളെ വിശ്വസിച്ച് വരാൻ നിൽക്കുന്ന ഗ്രൂപ്പിൽ എൻക്വയറി നടത്തുക എന്ന രീതിയിൽ ഡ്രാമ നടത്തി ഈ പറയുന്ന മിനിയുടെ ആൾക്കാരെ കയറിക്കൂടുകയും ഇവിടെ നിന്നുകൊണ്ടുള്ള വിവരങ്ങൾ ചോർത്തുകയും ചെയ്ത മിനി എന്ന് പറയുന്ന ആളിനോട് ഉള്ള വീഡിയോ മാത്രമാണിത് പറയുന്നത്. ഞങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും ഇസ്രായേലിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലൂടെ പച്ചയ്ക്ക് പറഞ്ഞു അത് വിശ്വസിക്കുന്നവർ വരുന്ന ഒരു വെറൈറ്റി ആണ് നമ്മൾ. അതിലോട്ട് കയറി പാവപ്പെട്ട കുട്ടികളിലേക്ക് വന്ന് എന്തിനാ വെറുതെ ഡ്രാമ കളിക്കാൻ വരുന്നത്? മോശമല്ലേ? അപ്പം ഇവിടെ ജോലി ചെയ്യുന്ന 10,000-40,000 കെയർ ഗീവേഴ്സ് നിങ്ങളെല്ലാം മണ്ടന്മാരാ. കഷ്ടപ്പെട്ട് മുംബൈ പോയി ട്രെയിനിങ് കൂടി അറ്റൻഡ് ചെയ്ത് ഈ എംബസി ഇന്റർവ്യൂ ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് 2, 3, 4 മാസമൊക്കെ മുംബൈയിൽ നിന്ന് ഈ പൈസ കളഞ്ഞ് നിങ്ങളൊന്നും വരേണ്ട കാര്യമില്ലായിരുന്നു. കൊല്ലത്തോട്ട് പോയാൽ ഇത് അവിടെ ഹെലികോപ്റ്റർ റെഡി. ഇന്റർവ്യൂ ഒന്നും ഇല്ല കുട്ടികളെ. നേരെ ഹെലികോപ്റ്ററിൽ കയറുക, നേരെ അവിടുന്ന് ജോർദാൻ വഴി അല്ലെങ്കിൽ ചിലപ്പോൾ എത്യോപ്യ, ദുബായ് വഴി നേരെ ഇസ്രായേലിലേക്ക് വന്നിട്ട് യുദ്ധമില്ലാത്തടത്തോട്ട് അങ്ങോട്ട് ഇടും. ഇറങ്ങി ജോലി ചെയ്തോണം, സുരക്ഷിതം. കെയർ ഗീവർ എന്ന് പറയുന്നതിനകത്ത് എംബസി അപ്രൂവ്ഡ് ആയിട്ടുള്ള മുംബൈയിലെ 30 ദിവസത്തെ ക്ലാസ് കൂടിയാൽ മതി. അതിനുശേഷം 10,000, 4,000, 5,000 കൊടുത്ത് ജോബ് ഓർഡർ എന്താണെന്നും എംബസി ഇന്റർവ്യൂ എന്താണെന്നും സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താണെന്നും അതിൽ ചോദിക്കുന്ന സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് എന്താണെന്നും ഒക്കെ പഠിപ്പിക്കാൻ വെറും 5,000 രൂപ മുടക്കിയാൽ മതി. 5,000 രൂപ മുടക്കുന്നതിനാണ് 80,000 രൂപ മുടക്കേണ്ട ഗതികളിലേക്ക് വരുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇന്റർവ്യൂ ഇല്ലാതെ എന്ന് പറഞ്ഞ നിങ്ങൾ ഇന്റർവ്യൂ ചിലർക്കുണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. കുറച്ചു പേർക്ക് മാത്രം 2.5 മുകളിൽ ശമ്പളം കിട്ടുമ്പോൾ ഭൂരിപക്ഷം 2 ഇല്ല എന്ന അവസ്ഥയിലേക്ക് പറയേണ്ട അവസ്ഥയെത്തി. അതുപോലെ അടുത്ത വീഡിയോയിൽ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ പ്രതികരിക്കുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.